ഓം ശാന്തി 26/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, മനുഷ്യനിൽ നിന്ന് ദേവതയാക്കുന്നതിനുള്ള ഇതുതന്നെയാണ് പഠിത്തം. ഈ പഠിത്തത്തിൽ അല്പം പോലും അശ്രദ്ധ കാട്ടരുത്. ഉറങ്ങി, കഴിച്ചു, പഠിച്ചില്ല എങ്കിൽ വളരെ പശ്ചാത്തപിക്കേണ്ടി വരും. ഈ പഠിത്തം ഏറ്റവും ഉയർന്ന പഠിത്തമാണ്. ഈ ഒരു സമയത്ത് മാത്രം ലഭിക്കുന്ന പഠിത്തമാണ്. സ്വയം ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്ന പഠിത്തമാണ്. ഈ ഒരു പഠിത്തം പഠിക്കുന്നതിലൂടെ മറ്റെല്ലാ കാര്യത്തിലും നാം പാസ്സാകുന്നു. വെറും പാസ്സാകുകയല്ല, ബഹുമതിയോടെ പാസ്സാകുന്നു. അതിനാൽ ഒരിക്കലും ഈ പഠിത്തത്തിൽ അശ്രദ്ധ ഉണ്ടാകരുത്. നമ്മുടെ ഒരശ്രദ്ധ പല ജന്മങ്ങളിൽ പ്രതിഫലിക്കും. അതിനാൽ ഒരിക്കലും അശ്രദ്ധ ഉണ്ടാകരുത്. മുഴുവൻ ദിവസത്തിലും കഴിച്ചു, കുടിച്ചു, ഉറങ്ങി ഇങ്ങനെയാണെങ്കിൽ വളരെ പശ്ചാത്തപിക്കേണ്ടി വരും. ശരി, ഇങ്ങനെയല്ല. എന്നാൽ കഴിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഉറങ്ങുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതേ ഇല്ല എന്നാണെങ്കിലും വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. പഠിത്തം നാം ബുദ്ധി കൊണ്ടാണ് പഠിക്കുന്നത്. ആ ബുദ്ധിയെ അനാവശ്യ കാര്യങ്ങളിൽ വളരെ സമയം ഉപയോഗിക്കുന്നതിലൂടെ ബുദ്ധിയുടെ ശക്തി കുറയുന്നു. അതിനാൽ അനാവശ്യ കാര്യങ്ങളിൽ ബുദ്ധിയെ ഉപയോഗിക്കാതെ പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കണം. മനുഷ്യനിൽ നിന്ന് ദേവത ആക്കുന്ന പഠിത്തമാണിത്. ചോദ്യം: ഏത് കാര്യത്തിൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ എങ്കിൽ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും? ഉത്തരം: ഏതുപോലെ ബ്രഹ്മബാബ തൻ്റെ പൂർണ്ണ ബലിയർപ്പണം നടത്തി, അതായത് എല്ലാം സമർപ്പണം ചെയ്തു, ഇതുപോലെ ഫോളോ ഫാദർ, അതായത് ബാബയെ പിന്തുടരൂ. ഉന്നതിയുടെ ആധാരമാണ് ബാബ രചിച്ച ഈ രുദ്രയജ്ഞത്തിൽ തൻ്റെ ആഹൂതി നൽകുക എന്നത്, അതായത് ബാബയുടെ സഹായി ആകുക. എന്നാൽ ഈ ചിന്ത ഒരിക്കലും വരരുത്, ഞാൻ ഇത്രയും സഹായിച്ചു, ഇത്രയും നൽകി എന്ന്. ബാബ ദാതാവാണ്. ബാബയിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണ്, നൽകുകയല്ല. തീവ്രവേഗത്തിൽ മുന്നേറുന്നതിനുള്ള മാർഗം എന്താണ്? അത് ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുക എന്നതാണ്. ഏത് കാര്യത്തിലാണ് നാം ബ്രഹ്മബാബയെ ഫോളോ ചെയ്യേണ്ടത്? ഇന്ന് ബാബ പറയുന്നു, ബ്രഹ്മബാബ തൻ്റേതെല്ലാം തന്നെ ബാബയ്ക്ക് യജ്ഞത്തിന് മാതാക്കളുടെ മുന്നിൽ സമർപ്പണം ചെയ്തു. എന്നിട്ട് ട്രസ്റ്റിയായി എല്ലാവരെയും സംരക്ഷിച്ചു. ഇതുപോലെ നമ്മുടേതെല്ലാം തന്നെ ബാബയ്ക്ക് സമർപ്പണം ചെയ്യണം, ഫോളോ ഫാദർ ചെയ്യണം. ബാബ സ്വയം വന്ന് രചിച്ച രുദ്രജ്ഞാന യജ്ഞമാണ്. ഇതിൽ നമ്മൾ ബലിയർപ്പണമാകുന്നതിലൂടെ, ബലിയർപ്പണം എന്നാൽ ബാബയുടെ പരിപൂർണ സഹായി ആകുകയാണ്. ശരീരം, മനസ്സ്, ധനം കൊണ്ട് സഹായി ആകുകയാണ്. എന്നാൽ ബാബയെ നമ്മൾ സഹായിക്കുന്നു എന്നൊരിക്കലും ചിന്തിക്കരുത്. ബാബയാണ് നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ഭാഗ്യം ഏറ്റവും ഉയർന്നതാക്കുന്നതിന്. ഈ ഭാഗ്യം ഉയർന്നതാക്കുന്നതിനായിയാണ് ഈ യജ്ഞം രചിച്ച് സേവനം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം അർപ്പിതമാകണം. ബാബയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്, ബാബയ്ക്ക് കൊടുക്കുകയല്ല എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇതിനെയാണ് സമ്പൂർണമായും ബലിയർപ്പണമാകുക എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ ഏറ്റവും വേഗതയിൽ മുന്നേറുന്നു. ഗീതം: നിങ്ങൾ രാത്രി ഉറങ്ങി നഷ്ടപ്പെടുത്തി, പകൽ ഭക്ഷിച്ചു നഷ്ടപ്പെടുത്തി. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബുദ്ധിയിൽ നിന്ന് എല്ലാം മറക്കുന്നതിനായി ജീവിച്ചിരിക്കെ മരിക്കണം. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. തൻ്റെ ഉന്നതിക്കായി പരിപൂർണ ബലിയർപ്പണമാകണം.
2. ശ്രീമത്ത് അനുസരിച്ച് നടന്ന് സ്വയം തൻ്റെ മേൽ കൃപ കാട്ടണം. സത്യമായ ബ്രാഹ്മണരായി യജ്ഞം സംരക്ഷിക്കണം. പഠിത്തം നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി എടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ ബുദ്ധി കൊണ്ട് എല്ലാം തന്നെ മറക്കണം. എന്നാൽ മാത്രമേ ജീവിച്ചിരിക്കെ മരിച്ചവരാകാൻ സാധിക്കുള്ളൂ. ഇത് നമ്മളുടെ 84ാമത്തെ ജന്മമാണ്. അതിനോടൊപ്പം അടുത്ത കൽപ്പത്തിലെ ആദ്യത്തെ ജന്മമെന്നും പറയാം. അപ്പോൾ ഈ ജന്മം ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ജന്മമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ബുദ്ധി അനാവശ്യ കാര്യങ്ങളിൽ പോകരുത്. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. കാരണം അതുമാത്രമാണ് സത്യം, അതിൽ മാത്രമാണ് മംഗളം അടങ്ങിയിട്ടുള്ളത്. തൻ്റെ ഉന്നതിക്കായി പരിപൂർണമായും ബാബയിൽ സമർപ്പണമാകണം. എല്ലാം ബാബയുടേത്, നമ്മൾ ട്രസ്റ്റി മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സ്വയം തൻ്റെ മേൽ കൃപ കാട്ടണം. കൃപ കാട്ടുക, ദയ കാട്ടുക എന്നാൽ സ്വയം തന്നെ ശരിയായ പാതയിലൂടെ നടത്തണം. ശരിയായ പാത എന്നത് ശ്രീമതമാണ്. സത്യമായ ബ്രാഹ്മണരായി ഈ യജ്ഞം സംരക്ഷിക്കണം. കാരണം സത്യതയുണ്ടെങ്കിൽ മാത്രമേ യജ്ഞത്തെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഈ പഠിത്തം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉയർന്ന പദവിക്ക് അധികാരിയാകും. അതിനാൽ പഠിത്തം നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി എടുക്കണം. വരദാനം: സേവനത്തിൽ ബാബയുടെ മുന്നിൽ ബുദ്ധി കൊണ്ട് അർപ്പണം ചെയ്ത് സ്വയം നിശ്ചിന്തമായിരിക്കുന്ന സഫലതാ സ്വരൂപരായി ഭവിക്കട്ടെ. എങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സേവനമാകട്ടെ, ആ സേവനത്തെ ബാബയുടെ മുന്നിൽ ബുദ്ധി കൊണ്ട് അർപ്പിതമാക്കൂ. ഞാൻ ചെയ്തു, പക്ഷെ സഫലത ലഭിച്ചില്ല, ഈ ഞാൻ എന്ന ഭാവം കൊണ്ടുവരരുത്. ബാബയുടെ സേവനമാണ്, ബാബ തീർച്ചയായും ചെയ്യും. ബാബയെ മുന്നിൽ വയ്ക്കൂ, എങ്കിൽ സദാ നിശ്ചിന്തരായിരിക്കും, സഫലതയും ലഭിക്കും. ഒരിക്കലും ദുർബല സങ്കല്പത്തിൻ്റെ വിത്ത് വിതയ്ക്കരുത്. ഒരിക്കലും ചിന്തിക്കരുത്, സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ ബാബയുടെ സഹായം ലഭിക്കുന്നില്ല, ഒരുപക്ഷെ ഞാൻ യോഗ്യരായിരിക്കില്ല. ഇതും വ്യർത്ഥ സങ്കല്പമാണ്. ഇത് സഫലതയെ ദൂരെയാക്കുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ബാബയുടെ സേവനമാണ്, ബാബയുടെ യജ്ഞമാണ്. ബാബയാണ് സേവനം ചെയ്യുന്നത്, യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ ഞാൻ ചെയ്തു, എന്നിട്ട് എനിക്ക് സഫലത ലഭിച്ചില്ല, ഇത്തരത്തിലുള്ള ഞാൻ എന്ന ഭാവം ഒരിക്കലും കൊണ്ടുവരരുത്. ബാബയുടേതാണെല്ലാം, ബാബയാണ് ചെയ്യുന്നത്. ഈ പ്രകാരം ബാബയുടെ മുന്നിൽ തൻ്റെ ബുദ്ധിയെ, തൻ്റെ സേവനത്തെ എല്ലാം തന്നെയും സമർപ്പണമാക്കുന്നതിലൂടെ സേവനത്തിൽ സഫലത ലഭിക്കുന്നു. അതിനോടൊപ്പം നിശ്ചിന്തമായിരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഞാൻ യോഗ്യയല്ല, അല്ലെങ്കിൽ സഫലത ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ വ്യർത്ഥ ചിന്തകളാണ്. അത് നമ്മളെ ബാബയിൽ നിന്നും ദൂരെയാക്കുന്നു, സഫലതയിൽ നിന്നും ദൂരെയാക്കുന്നു. സ്ലോഗൻ: ബ്രാഹ്മണ കുലത്തിൻ്റെ ദീപമാകാൻ അവർക്കാണ് സാധിക്കുന്നത് ആരുടെ സ്മൃതിയുടെ ജ്യോതിയാണോ സദാ തെളിഞ്ഞിരിക്കുന്നത്. ഏത് ബ്രാഹ്മണ ആത്മാവിൻ്റെ സ്മൃതിയാണോ സദാ തെളിഞ്ഞിരിക്കുന്നത്. സ്മൃതി എന്നാൽ ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്. ഇതാണ് നാം എപ്പോഴും സ്മൃതിയിൽ വെക്കേണ്ടത്. ആർക്കാണോ ഇത് സദാ സ്മൃതിയിലുള്ളത്, ഓർമ്മിക്കുന്നത്, അവരെയാണ് ബ്രാഹ്മണ കുലത്തിൻ്റെ ദീപം എന്ന് പറയുന്നത്. ഓം ശാന്തി.